ഹലോ, നമ്മളിവിടെ വന്നപ്പോ ആദ്യം സുധപ്പനും ഇവരെല്ലാരും കൂടെ എറണാകുളത്തുള്ള പരിപാടി തന്നെ. അമ്മ എന്താ അവിടെ ഉള്ള രീതിയിൽ അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ച് പിന്നെ പോവല്ലേ നടക്കത്തില്ല എന്നുള്ള രീതി. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു ചോദിച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതി ഇപ്പൊ. അപ്പൊ പിന്നെ എന്താ അമ്മയടുത്ത് കണ്ട് ചോദിക്കാൻ പറഞ്ഞ അങ്ങനെ കിച്ചു സുധി കോട്ടയത്തെ തന്റെ സ്വന്തം വീട്ടിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഋതപ്പനെ കാണാൻ വേണ്ടിയുള്ള പോക്കാണ്. ഈ അടുത്ത് രേണു സുധിയുമായി പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് കിച്ചു കോട്ടയത്തെ വീട്ടിലേക്ക് പോകുന്നത്. രേണുമായിട്ട് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. രേണുവിന്റെ വീട്ടുകാരെ തന്നെ ടേക്ക് കെയർ ചെയ്തിരുന്നില്ല. കുട്ടിക്കാലത്ത് വലിയ ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു. രേണു കാരണമാണ് താൻ ഡ്രഗ് അഡിക്റ്റ് ആയതെന്നുമെല്ലാം ഒരു മാസം മുമ്പേ കിച്ചു വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തലിന് ശേഷം ഇവിടെ പല വിവാദങ്ങളും ഉണ്ടായതെല്ലാം എല്ലാവരും ഓൾറെഡി അറിഞ്ഞതാണല്ലോ. അതുകൊണ്ട് ആ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കിച്ചു ഋതപ്പനെ കാണാൻ പോയപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഇന്നത്തെ വിഷയം. ഋതപ്പനെ പുറത്തേക്ക് കറങ്ങാൻ കൊണ്ടുപോകാനായിരുന്നു കിച്ചുവിന്റെ പ്ലാൻ. പക്ഷെ രേണുവിന്റെ അച്ഛൻ തങ്കച്ചൻ അതിന് സമ്മതിച്ചില്ല. കാണാൻ വന്നതല്ലേ, കണ്ടില്ലേ, അത്രയൊക്കെ മതി, ഇനി പൊക്കോ എന്നൊരു ലൈനിലായിരുന്നു തങ്കച്ചൻ നിന്നിരുന്നത്. എന്നാൽ കിച്ചു വിട്ടുകൊടുത്തില്ല. അവരെ ഋതപ്പനെയും കൊണ്ട് കറങ്ങാൻ പോയി. പക്ഷെ എന്തോ ഋതപ്പന് പണ്ടത്തെ പോലെ ഒരു ഉഷാറില്ല. മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു വിഷമുള്ള പോലെ, ചെക്കൻ തീരെ ആക്റ്റീവ് അല്ലാത്ത പോലെ. അത് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ആ വീഡിയോ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. എത്തിയിട്ടുണ്ട്. അറിയത്തില്ല, നോക്കാം. സർപ്രൈസ്. നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല, വിളിക്കാതൊക്കെയാ വരുന്നത്. സർപ്രൈസ് സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. എല്ലാരും ഉണ്ട്. എല്ലാരും ചെരുപ്പുണ്ടോ അവിടെ? എല്ലാരും ഉണ്ട്. ഓക്കെ, എന്തുണ്ട് ടെൻഷനാണ്? അല്ലെങ്കിലും എന്തിനാ ടെൻഷൻ? സ്വന്തം അനിയനെ കാണാൻ വേണ്ടി സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോ ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. നീ ധൈര്യമായിട്ട് പോകിച്ചു, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിന്റെ അനുഭവം നീ തുറന്നു പറഞ്ഞു. രേണുവിന്റെ സ്വഭാവം ഏകദേശം അറിയാവുന്ന ആൾക്കാർക്കെല്ലാം നീ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അത്രേ ഉള്ളൂ. അതിനിപ്പോ നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഋതപ്പനെ കാണാൻ വേണ്ടി നിന്റെ സ്വന്തം വീട്ടിലേക്കാണ് നീ പോകുന്നത്. യാതൊരു ടെൻഷനും ഇല്ലാണ്ട് ധൈര്യമായിട്ട് ചെല്ലും. നമ്മൾ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കാൻ പറ്റില്ല. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഹലോ, ആഹാ, ആരാപ്പത്? നമ്മുടെ തങ്കൻ ചേട്ടനല്ല മുഖവും മറിച്ച് നിൽക്കുന്നത്. അമ്പട കള്ള തങ്കൻ കുട്ട വീടിനെ കാവലാളായി അവിടെ തന്നെ ഉണ്ടല്ലേ. കണ്ടതില് സന്തോഷം. ബാക്കി പറഞ്ഞു തരും. ഒന്നുമില്ലേ? പള്ളിയിൽ പോയോ? എന്ത്? എവിടെ പോകുന്നു? എടാ എവിടെ പോകുന്നടാ? എവിടെ പോകുന്നു? എവിടെ പോകുന്നു? എവിടെ പോകുന്നു? എവിടെ? എവിടെ? എന്നാണോ? നീയാണോ വണ്ടി ഓടിക്കുന്നത്? പിന്നെ അമ്മേനെ കൊണ്ടുവരാൻ പോവാണ് പോലും, അതും എറണാകുളത്തേക്ക്. അതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? രേണു സുധിനെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ ഇവിടെ 100 കണക്കിന് ആരാധകർ ക്യൂ നിൽക്കാണ്. അതിന്റെ ഇടയിൽ കൂടെ വെറുതെ കോട്ടയത്ത് നിന്നും എറണാകുളം വരെ പെട്രോൾ അടിച്ചു പോകണ വല്ല ആവശ്യമുണ്ടോ? ആർക്കറിയാമല്ലേ. ഇനിയിപ്പോ ഋതപ്പനെ കൊണ്ട് ആരെങ്കിലും അങ്ങനെ പറയിപ്പിച്ചതാണോ? അല്ല, കിച്ചുവിനെ കൂടെ പുറത്തേക്ക് വിടാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറയിപ്പിക്കാനും ചാൻസ് ഉണ്ടല്ലോ. കിച്ചുവേട്ടൻ പുറത്തേക്ക് പോകാന്ന് പറയും. പക്ഷെ നമ്മൾ അമ്മയെ കൊണ്ടുവരാൻ വേണ്ടി എറണാകുളത്തേക്ക് പോകാൻ നിൽക്കാണ്. നീ തിരിച്ച് കിച്ചുവിനോട് പറയണമെന്ന്. ഋതപ്പനെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടല്ലോ അല്ലെ. എല്ലാവരും ആ കുട്ടീനെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ ഒരു ഉഷാറില്ലാത്ത പോലെ ഇല്ലേ. ബാക്കി ഉണ്ടോക്കുന്നാലും. അപ്പൊ നമ്മളെ മച്ചാമാരുമായിട്ട് നമ്മളൊന്ന് കറങ്ങാനിറങ്ങിക്കുക. അതാ മൊത്തത്തിൽ ഇവർ എറണാകുളത്ത് അമ്മേനെ വിളിക്കാൻ പോവാനായിട്ട് നിൽക്കുവായിരുന്നു നമ്മൾ വന്നപ്പോ. ആകെ ഒരു പ്ലാൻ സർപ്രൈസ് ആയിട്ട് വന്നുകൊണ്ട് പ്ലാൻ ഒന്നും നടന്നില്ല അല്ലേ? എന്തൊക്കെയോ ഒരു വണ്ടി എടുക്കാൻ ഇതെന്തോ അടുക്കിയിരുത്തേക്കുന്ന എന്തോ ഇത് കയ്യൊക്കെ കെട്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കിച്ചുവിനെ കണ്ടാൽ നല്ല എക്സൈറ്റഡ് ആയി തുള്ളിച്ചാടി നടന്നൊരു ചെക്കനായിരുന്നു. ഇതിപ്പോ അത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. പണ്ട് ഋതപ്പനെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്ന ഒരു വീഡിയോ കിച്ചു പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നും കാറിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാത്ത ചെക്കനായിരുന്നു. ഇപ്പൊ നോക്കുമ്പോണ്ട് കൈയൊക്കെ കെട്ടി അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. മുഖത്ത് നോക്കുമ്പോണെങ്കിൽ എന്തോ ഒരു വിഷമുള്ള പോലെ തോന്നുന്നുമുണ്ട് അല്ലേ. ബാക്കി ഉണ്ടോക്കെന്തായാലും. വിളിച്ചറിയോ? അമ്മ വിളിച്ചറിയോ? ചേട്ടൻ്റെ കൂടെ പോവാന്നറിയാ?
ഉറപ്പാണേ? വിളിക്കട്ടെ? അമ്മ വിളിക്കട്ടെ? വിളിക്കാം വിളിച്ചാലട്ടെ വരുന്നില്ല. ഈ ചേട്ടനോട് പോയി എന്താ പറയാ? അമ്മ വിളിക്കുമ്പോ എന്താ പറയും? വരാതെന്ന് വെച്ചാ എന്താ പറയും? ഇയാളെന്ത് ഭയങ്കര ഇത് മസിൽ ഷോ ആണാടേ പറയടേ. അമ്മ വെച്ചാ എന്താ പറയും? എന്തൊരു ഷോടേ എന്ത് വരാ എന്തോ പറയും? അമ്മയുടെ എന്താ പറയും? എന്താ വരാതെന്ന് വെച്ചാ എന്താ പറയും? കാരണം എന്താ പറയും? ആരുടെ കൂടെ? വീട്ടിലേ ആക്ച്വലി ആ കുഞ്ഞിനോട് ഇങ്ങനെ കുത്തി ചോദിക്കുന്നതിന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞിന് എന്തറിയാം, അവൻ ആകെ അന്താളിച്ച് നിൽക്കാണ്. അതിന്റെ ഇടയിലാണ് അമ്മയോട് പറയട്ടെ കിച്ചുവിന്റെ കൂടെ കറങ്ങാൻ പോവാണെന്ന് അമ്മയോട് പറയട്ടെ, അമ്മ തിരിച്ചെന്ത് പറയുന്നൊക്കെ കിച്ചുവിന്റെ കൂട്ടുകാരൻ ഋതപ്പനോട് ഇങ്ങനെ കുത്തി ചോദിക്കുന്നത്. കിച്ചുവിന്റെ കൂടെ കറങ്ങാൻ പോകുന്നത് അമ്മക്ക് ഇഷ്ടമില്ല എന്നുള്ള ഒരു ധ്വനിയാണ് ആ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഋതപ്പന് കിട്ടുന്നത്. അമ്മയോട് പറയട്ടെ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് ആർക്കാരും തോന്നില്ല. പക്ഷെ പിള്ള മനസ്സിൽ കള്ളമില്ല എന്നല്ലേ ഋതപ്പൻ സ്ട്രൈറ്റ് ആയിട്ടാണ് മറുപടി പറഞ്ഞത്. അമ്മയോട് പറഞ്ഞു കിച്ചോട്ടിന്റെ കൂടെ കറങ്ങാൻ പോകണമെന്ന് അമ്മയോട് പറഞ്ഞു എന്നായിരുന്നു ഋതപ്പന്റെ മറുപടി. ചെക്കൻ അമ്മയെ പിക്ക് ചെയ്യാൻ എറണാകുളത്ത് പോകുന്നതിനേക്കാൾ കിച്ചുവിന്റെ കൂടെ കറങ്ങാൻ പോകുന്നതാണ് ഇഷ്ടമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? എന്തായാലും ബാക്കിയുടെ കണ്ടോക്കാം. നമ്മുടെ പ്ലാനിൽ ഒരു ചേഞ്ച് ഉണ്ട്. ഞാൻ അമ്മയുടെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞു പിന്നെ വന്നേയില്ല, എന്തെങ്കിലും കൊണ്ടുപോകാൻ ഞാൻ വന്നതാ. അതാ ഇത്രയും വന്നേല്ലേ? അമ്മയുടെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു സെറ്റല്ലേ എയർപോർട്ടിൽ പോകാൻ നിന്നല്ലേ? എയർപോർട്ടിൽ വന്ന് ഇപ്പൊ ഇങ്ങനെ ഇഷ്ടമാണോ എയർപോർട്ടിലെ ആൾക്കാരെയൊക്കെ കാണുമ്പോ? എന്തുവാ നിനക്ക് തോന്നുന്നത് അവിടുത്തെ ആൾക്കാരൊക്കെ? പിള്ളേരെ മൊത്തം കൊണ്ടുപോകാന്നുള്ള രീതിയിൽ നിൽക്കുക. എല്ലാരും ഉണ്ട്. ഋതപ്പൻ ഹായ് ഹലോ. നമ്മളിന്ന് എങ്ങടാ അപ്പൊ പോവാൻ പോകും? നമ്മള് ലുലുമാളിൽ പോയിട്ടുണ്ടോ? നമുക്കടെ ഗെയിം കളിക്കാം. സൂപ്പർ. ഒരു എനർജി ഇല്ലല്ലേ? എനർജിയോടെ സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പോകും. അങ്ങനെ കിച്ചുവും കൂട്ടുകാരും ഋതപ്പനെയും വേറെ 2-3 കുട്ടികളെയും കൂട്ടി ലുലുമാളിലൊക്കെ പോയി അടിച്ചു പൊളിക്കുന്നുണ്ട്. അതിലൊരു കുട്ടി എന്ന് പറയുന്നത് രേണുസുദിന്റെ ചേച്ചിയുടെ മകനാണ്. എന്തായാലും ഇനി അങ്ങോട്ട് ഇവര് ലുലുമാളിൽ കറങ്ങുന്നതിന്റെയും ഗെയിം കളിക്കുന്നതിന്റെയും ഒക്കെ വീഡിയോസ് ആണ് കാണിക്കുന്നത്. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് കറക്കമുക്കി കഴിഞ്ഞ് ഋതപ്പനെ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം തങ്കച്ചനും രേണുവിന്റെ ചേച്ചിയും പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് കിച്ചു സംസാരിക്കുന്നു. അതും കൂടി കണ്ട ശേഷം നമുക്ക് നിർത്താം. ഹാപ്പിയാണോ? സന്തോഷമായോ? വയറൊക്കെ പറഞ്ഞോ? എനിക്ക് ഞാൻ പോട്ടെ. ടാറ്റ. ഒരു ഉമ്മ തരുമോ? പോയിട്ട് വരാം. ടാറ്റ ടാറ്റ. പോവാ. അപ്പം നമ്മൾ ഋതപ്പനെ കൊണ്ടാക്കി തിരിച്ച് ഇതുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇത് കാണാനല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ഋതപ്പനെ കൊണ്ടാക്കി നമ്മൾ തിരിച്ച് പോകുന്നു. എല്ലാരും ഹാപ്പി. നമ്മളിവിടെ വന്നപ്പോ ആദ്യം ഋതപ്പനും ഇവരെല്ലാരും കൂടെ എറണാകുളത്തുള്ള പരിപാടി തന്നെ അമ്മ എന്താ അവിടെ ഉള്ള രീതിയിൽ. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ച് പിന്നെ പോവല്ലേ നടക്കത്തില്ല എന്നുള്ള രീതിയിൽ കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതിൽ നിന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു ചോദിച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതി പൊക്കോ. അപ്പൊ പിന്നെ എന്താ അമ്മയുടെ അടുത്ത് കണ്ട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മേനെ വിളിച്ച് അമ്മയുടെ ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയതാണ്. അങ്ങനെ അവൻ ഹാപ്പിയാന്ന് തോന്നുന്നു. നേരെ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയാണ് എല്ലാരെയും കൂടെ. പിള്ളേരെല്ലാരും ഹാപ്പി. പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പണ്ടോട്ടെ കാണുന്നതാണെങ്കിൽ ഒരു 3 നേരം. അപ്പം എനിക്ക് 3 നേരമായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ടുപോയതാ. ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പൊ ഉണ്ടായിരുന്നു. അവരെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല. കാരണം ഞാൻ വലിയ സാധനം വാങ്ങിയാലും ഇങ്ങോട്ട് വരുമ്പോ 3 പേർക്കും കൂടെ വാങ്ങുന്നത്. അപ്പൊ അവനെ മാത്രം കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് കൊണ്ടുപോയതാണ്. പിള്ളേരെല്ലാം നമുക്ക് നമ്മളെ സ്വന്തം. എന്താ അറിയാം റീസെന്റ് ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം അങ്ങനെ ചോദിച്ചതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഋതപ്പന്റെ കാര്യത്തിൽ തങ്കച്ചൻ പറഞ്ഞ കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നീ കണ്ടില്ലേ, അത്ര മതി.
കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നാണ് തങ്കച്ചൻ പറഞ്ഞത് എന്നാണ് കിച്ചു പറയുന്നത്. അങ്ങനെ പറയാനുള്ള എന്ത് അവകാശമാണ് തങ്കച്ചനുള്ളത്? കിച്ചു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവൻ അവന്റെ അനിയനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അനുവാദത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. എന്നാലും കിച്ചു അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. തങ്കച്ചൻ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞപ്പോൾ കിച്ചു എന്താക്കി നേരെ രേണുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. രേണു ഋതപ്പനെ കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അത് പിന്നെ അങ്ങനെയല്ലേ രേണുവിന് പറയാൻ പറ്റും. കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് എങ്ങാനും പറഞ്ഞ അതോടെ തീർന്നില്ലേ? അല്ലെങ്കിലേ രേണു ചേച്ചി ഏറലാണ്. കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ വൻ വിവാദമായി മാറുമെന്ന് രേണുവിന് തന്നെ അറിയാം. എന്തായാലും എനിക്കൊന്ന് പറയാനും, കിച്ചു ആണെങ്കിലും ഋതപ്പനാണെങ്കിലും രണ്ടുപേരും സുധീന്റെ മക്കളാണ്, സഹോദരങ്ങളാണ്. അവരിപ്പോ നല്ല സ്നേഹത്തിലുമാണ്. ഈ സ്നേഹം ഭാവിയിൽ ഉണ്ടാവണം. വളർന്ന് വലുതായാലും മാറ്റമൊന്നും ഉണ്ടാകരുത്. കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പക്ഷെ അതൊന്നും ഇവരെ തമ്മിൽ അകറ്റരുത് എന്നാണ് എന്റെ ആഗ്രഹം. രേണു ആണെങ്കിലും തങ്കച്ചനാണെങ്കിലും കുട്ടിയുടെ മനസ്സിൽ ഓരോന്ന് പറഞ്ഞു കയറ്റി കിച്ചുവുമായി അകറ്റാതിരുന്നാൽ മതി. ഇപ്പോൾ ഉള്ളവരുടെ സ്നേഹം എന്ന് നിലനിൽക്കട്ടെ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.